മരിച്ചു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ സൂരജിന്റെ ബന്ധുക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മരിച്ചു എന്നുള്ള ഒരു വിവരം കിട്ടി. അത് അവരുടെ ബന്ധുക്കൾ, ഇവരുടെ തന്നെ ബന്ധുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ തന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പല മാധ്യമങ്ങളിൽ പല രീതിയിലും നമ്മൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് വലിയൊരു വൈറലായിട്ടുള്ള ഡിസ്കഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നോ എന്ന് എനിക്കറിയില്ല. ഞാനും ഇതിൻ്റെ വളരെ കുറച്ച് ക്ലിപ്പിങ്സുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കുവൈറ്റിൽ 2 ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കേസിൻ്റെ ഒരു കൺക്ലൂഷനും കാര്യവും ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ ഡിസ്കഷൻ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് കാരണം? ഇനി ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് അയാൾ സ്വയം മരിച്ചതാണോ, അല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയതാണോ, എന്തുകൊണ്ടാണ് ഇവർ ചെയ്തത്? കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന പെസഹ വ്യാഴത്തിനും ഈസ്റ്ററിനും ഒക്കെ വന്നു പോയതാണ്. ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്താ ഇവരുടെ ഇടയിൽ പറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഭാര്യേൻ്റെ എന്ന് വെച്ചാൽ ആളുടെ വൈഫിൻ്റെ ജോലി സംബന്ധമായ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഇടയിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കുത്തുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടാവും. ചെറിയൊരു കച്ചറിയോ ഒച്ചപ്പാടോ വഴക്കോ അല്ല. കുറേ കാലമായി നീണ്ടു നിൽക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ചതിയോ വഞ്ചനയോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം ജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു കത്തി ഉപയോഗിച്ച് കുത്തുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു മൈൻഡ്, ലൈക്ക് എന്താ പറയുക, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ക്രുവലിറ്റിയോ അല്ലെങ്കിൽ ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവണം. അപ്പം അത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് നടന്നത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്താ എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഓരോ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പം വീട്ടിലുള്ള അച്ഛനും അമ്മയും തന്നെ അറിയണമെന്നില്ല, മരുമോളുടെയും മോൻ്റെയും പ്രശ്നങ്ങൾ. അപ്പം അറിയില്ല, തുടർന്നുള്ള ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം. എന്നാലും ഇത് ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസസ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇത് നോക്കാം. വർഷമായി ഈ കുവൈറ്റിൽ താമസം? അവര് 10-12 വർഷത്തോളമായിട്ട് കുവൈറ്റിലാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് വല്ല നിങ്ങൾക്ക് അറിയാമായിരുന്നു? സഹായിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഈസ്റ്ററിനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞാണ്. ഈസ്റ്ററിന് തൊട്ട് മുന്നേ ഈ ബിൻസി അവധിയുടെ പ്രശ്നം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു അവിടെ കുവൈറ്റിലേക്ക് പോയി. പിന്നെ അവൻ ഈസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നത്തെ വെള്ളിയാഴ്ചയാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം നല്ല സന്തോഷത്തോടെ പോയതായിട്ടാണ് നമ്മുടെ ഇതിൽ ഇവിടെ വെച്ച് അങ്ങനെയായിരുന്നു. നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു. എന്തോ ഒരു ചെറിയ പ്രകോപനത്തിൽ സംഭവിച്ചാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ചെറിയ ഒരു പ്രകോപനമല്ല, വലിയ ഒരു പ്രകോപനം തന്നെയാണ്. കാരണം ഒരു ചെറിയ പ്രകോപനത്തിന്റെ പേരിൽ ഒരാളും കത്തി വെച്ച് കുത്തി കൊല്ലില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ കേരള സെറ്റപ്പ് അല്ല അങ്ങ് കുവൈറ്റിലൊക്കെ. കേരളയിലൊക്കെ ഒരാൾ കുത്തിക്കൊന്നാലും കേസ് എടുക്കാനും പിടിക്കാനും രക്ഷപ്പെടാനും ഒക്കെ ഒരുപാട് വഴികളുണ്ട്. അവിടെ അതല്ല. പിടിച്ചാൽ കിട്ടേണ്ട പണി കിട്ടേണ്ട രീതിയിൽ കിട്ടുകയും ചെയ്യും. അതൊക്കെ അറിഞ്ഞിട്ടും ചെയ്തതാണ്. പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ 12 കൊല്ലമായി കുവൈറ്റിലുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. പിന്നെ ഒരു ഹസ്ബൻഡ് വൈഫിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു 99% ഓഫ് കപ്പിൾസും ഒരിക്കലും അവരവരുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോ വീട്ടുകാരെടുത്തോ കുടുംബക്കാരെടുത്തോ പറയില്ല. പിന്നെയും പറയാൻ ചാൻസ് ഉള്ളത് അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമാണ്. കാരണം ഞാനിത് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാവരുത്, ഞാൻ സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത് എന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി മക്കൾ പറയില്ല. ചിലപ്പോൾ ഈ ലീവിൻ്റെ ഭാഗമായി നാട്ടിൽ വരുമ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ അറിയിക്കാത്ത പോലെ സന്തോഷത്തോടു കൂടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. എൻ്റെ അറിവിൽ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അതിനുള്ളിലൊരു ഇത് വരുന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പേ ഉള്ള എന്തോ ഒരു വിഷയം പുകഞ്ഞതിൻ്റെയൊക്കെ അല്ലെങ്കിൽ വീണ്ടും വിട്ടതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി സന്തോഷത്തോടു കൂടിയാണോ മുമ്പിൽ നിന്നത്, അല്ലെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീട്ടുകാരെ അറിയിക്കേണ്ട എന്ന് കരുതി മനസ്സിൽ ഒതുക്കിയിട്ടാണോ നിന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. മൃതദേഹമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് എന്തെങ്കിലും തീരുമാനമാണ്? അതിന് ഞായറാഴ്ച വന്നേക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ കുറെ പേപ്പറുകൾ വർക്കെല്ലാം തീർത്തു. ഇന്നും കൂടെ നോക്കി. ഇപ്പോൾ കുവൈറ്റിലായിരുന്നല്ലോ, അവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് മാറാനായിട്ട് ഈ കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേ ദിവസം അവർ ബാംഗ്ലൂർ പോയി മെഡിക്കലൊക്കെ എടുത്ത് തിരിച്ചു വന്നതാണ്.
രണ്ടുപേരും ഓസ്ട്രേലിയയിലോട്ട് പോകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പം എന്താ സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സൈഡിൽ ഇങ്ങനെ കേൾക്കുമ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ ഇപ്പോഴത്തെ സൈഡിൽ ആ കേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാ ഇൻവെസ്റ്റിഗേഷനും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്ത് കിട്ടിയ അല്ലെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു സാധനമാണ് മൊബൈൽ. കാരണം ഇവിടെ നിന്ന് വേണേൽ അമേരിക്ക വരെ വിളിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഈ മൊബൈൽ ഫോൺ വന്നതുകൊണ്ടുണ്ട്. എന്ത് ഇൻഫോർമേഷൻസ് ആണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും എന്തിനും നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിലെ വില്ലൻ എന്ന് പറയുന്നതും ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. ശരിക്കും ആ മൊബൈൽ ഫോണിൽ കൂടെ ഒന്ന് നോക്കിയിട്ടോ അവരുടെ ചാറ്റോ കോൺവെർസേഷനോ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കോൾസിലുണ്ടായ കാര്യങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ടവർ ലൊക്കേഷനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ഫോണിനൊന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷനും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളുടെ അസംഷൻസ് ആണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ അന്ന് രാവിലെ ഈ പെർട്ടിക്കുലർ ആൾ അമ്മേനെ വിളിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം അതെന്താണെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ദിവസം പിന്നെ ഈ സൂരജ് നമ്മൾ ആരെങ്കിലും ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തു? അമ്മയെ വിളിച്ചായിരുന്നു. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് വിളിച്ചു കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു. അന്നേരം ഒന്നും യാതൊരു മാറ്റമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വെറുതെ വഴി അമ്മേനെ വിളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ റീസെൻ്റ്ലി ഡിസ്കസ് ചെയ്ത മേഘയുടെ കേസ് നോക്കുകയാണെങ്കിൽ അമ്മേനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ട്രെയിനിൻ്റെ മുമ്പിൽ കയറി ചാടിയത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ചിലപ്പോൾ മേ ബി പുള്ളിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. സംസാരിച്ചത് രണ്ടുപേരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ അനിയനും അവിടെ ഉണ്ട്, കുറച്ച് ബന്ധുക്കളുണ്ട്. അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവരെ കാണിച്ചിട്ടില്ല, ബോഡി ഒന്നും കാണിച്ചിട്ടില്ല, സ്ഥലത്ത് ഒരു കയറ്റിയില്ല റൂമിൽ. ഫർദർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്ക് അറിയത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ തൽക്കാലം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞവർ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കാതിരിക്കുകയാണ്. വാതിൽ പോലീസ് വന്നാൽ തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പോലീസ് തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസിൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് എന്താ നടന്നിട്ടുണ്ട്. ഗൾഫിലുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കുടുംബക്കാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവർക്ക് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടന്നത്, എന്താ അവിടെ ഉള്ളത് എന്ന കാര്യമൊന്നും അറിയില്ല. ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ബോഡി തിരിച്ച് നാട്ടിലെത്തുക. എന്തൊക്കെയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ ലേറ്റ് ആവുന്നതിനനുസരിച്ച് എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം പുറത്ത് വരാണ്ട് പോകില്ല. ഇവിടെ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ച സ്ഥിതിക്ക് ഇനി പിടിക്കാനാളൊന്നുമില്ല. ഇനി എന്ത് കാരണത്താലാണ് ഇവരിങ്ങനെ ചെയ്തത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ജീവിതം അവസാനിപ്പിക്കുന്നതേ ഒന്നിനും ഒരു ശാശ്വതമായിട്ടുള്ളൊരു സാധനമല്ല. നീക്കോനാച്ച നിന്നെയും കൊല്ലും ഞാനും ചാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണിനാക്കുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല. ഈ ലോകത്ത് എത്രയോ ആൾക്കാർ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് മരിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഇത്രയും കാലം നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് അതൊന്നും അല്ലാണ്ട് അപ്പത്തെ ഒരു വാശീൻ്റെയോ ദേഷ്യത്തിൻ്റെയോ ഇമോഷൻ്റെയോ പുറത്ത് ഇങ്ങനെ കളഞ്ഞു കുടിക്കാതിരിക്കാൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമൊന്നുമില്ല. എല്ലാവരും എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമൊന്നുമല്ല. ഇപ്പോൾ ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് നിങ്ങളോട് ഇത്രത്തോളം കാര്യങ്ങൾ സംസാരിക്കുന്ന ഞാൻ 100% എൻ്റെ ലൈഫിൽ ഹാപ്പിയാണെന്നൊന്നും പറയുന്നില്ല. എനിക്കും എൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം നമുക്ക് വരുമ്പം അത് തരണം ചെയ്യാനുള്ളൊരു വഴിയും നമുക്കുണ്ടാവും. പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ടൈം എടുത്തിട്ടാണെങ്കിലും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരും. എന്തിനാണ് നമ്മൾ നമ്മളുടെ ജീവിതം വെറുതെ കൊണ്ടുപോയി സാക്രിഫൈസ് ചെയ്യുന്നത്? സോ ആ ഒരു കാര്യം കൂടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.